യഹോവയെ കണ്ടെത്താകുന്ന സമയത്ത് അവനെ അന്വേഷിപ്പിൻ. അവൻ അടുത്തിരിക്കുമ്പോൾ അവനെ വിളിച്ചപേക്ഷിപ്പിൻ. ദുഷ്ടൻ തൻ്റെ വഴിയെയും നീതികെട്ടവൻ തൻ്റെ വിചാരങ്ങളെയും ഉപേക്ഷിച്ച് യഹോവയിലേക്ക് തിരിയട്ടെ. അവനവനോട് കരുണ കാണിക്കും. നമ്മുടെ ദൈവത്തിങ്കിലേക്ക് തിരിയട്ടെ. അവൻ ധാരാളം ക്ഷമിക്കും. പ്രിയപ്പെട്ടവരെ, ഇത് ദൈവത്തെ അന്വേഷിക്കുവാനുള്ള കാലമാണ്. എൻ്റെ മുഖം അന്വേഷിപ്പിനെന്ന് നിങ്ങൾ നിന്ന് കൽപ്പന വന്നു എന്നെൻ്റെ ഹൃദയം പറയുന്നു. അതെ, ഇത് അന്വേഷിക്കുവാനുള്ള കാലമാണ്. നിങ്ങൾ വെള്ളിയെപ്പോലെ നിക്ഷേപങ്ങളെപ്പോലെ അന്വേഷിക്കുന്നുവെങ്കിൽ നിങ്ങൾ ദൈവപരിജ്ഞാനം കണ്ടെത്തും. ദൈവത്തെ അന്വേഷിക്കുവിൻ. ദൈവം ഇപ്പോൾ അടുത്തിരിക്കുകയാണ്. ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കണമെന്ന് വിചാരിക്കാതെ നമ്മുടെ ദൈവം ദാസരൂപം എടുത്തു താണഭൂമിയിലേക്ക് വന്നു. അവൻ അടുത്തു വന്നിരിക്കുകയാണ്. അവൻ അടുത്തിരിക്കുമ്പോൾ അവനെ വിളിച്ചപേക്ഷിപ്പിൻ. അവൻ കാൽവറിയിൽ പാപങ്ങൾക്ക് പരിഹാരമുണ്ടാക്കിയ ശേഷം നമുക്ക് വേണ്ടി ക്രൂശിൽ മരിച്ച് മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റവനായി ഇന്ന് പകൽ അബ്ബാ പിതാവേ എന്ന് വിളിക്കുവാൻ തക്കവണ്ണം പുത്രത്വത്തിൻ്റെ ആത്മാവിനെ തന്ന നമ്മോട് അടുത്തിരിക്കുന്ന ദൈവത്തെ വിളിച്ചപേക്ഷിക്കുവാൻ. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ അപേക്ഷിച്ചാൽ അവൻ അപേക്ഷ കേൾക്കുന്ന ദൈവമാണ്. നിങ്ങൾ അപേക്ഷിച്ചാൽ അവൻ ഉത്തരമരുളുന്ന ദൈവമാണ്. ദൈവത്തോട് അടുത്തു വരുമ്പോൾ നാം അറിയണം, ദൈവം പരിശുദ്ധനാണ്. ആ ദൈവത്തോട് കൂടെയുള്ള കൂട്ടായ്മ വിശുദ്ധമാണ്. ദുഷ്ടൻ തൻ്റെ വഴിയെയും നീതികെട്ടവൻ തൻ്റെ വിചാരങ്ങളെയും. നമ്മുടെ വഴി അത് എപ്രകാരം ഉള്ളതാണ്? ദൈവത്തിൻ്റെ വഴി വിശുദ്ധമാണ്. ദൈവത്തിങ്കലേക്കുള്ള വഴിയും വിശുദ്ധമാണ്. പിതാവായ ദൈവത്തിൻ്റെ അടുക്കലേക്ക് പിതാവ് തന്നെ തുറന്ന വഴിയാണ് യേശുക്രിസ്തു. യേശു പറഞ്ഞു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. യേശു പരസ്യമായി ജനസമൂഹത്തെ നോക്കി വിളിച്ചു ചോദിച്ചൊരു കാര്യമാണ്, എന്നിലുള്ള പാപത്തെക്കുറിച്ച് ബോധം വരുത്താൻ ആർക്ക് കഴിയും? പ്രിയപ്പെട്ടവരെ, ഞാൻ വിശുദ്ധനാകയാൽ നിങ്ങളും വിശുദ്ധരായിരിക്കും. അതെ, ദൈവം അടുത്തിരിക്കുവാണ്. ദൈവത്തോട് അടുത്തു വരുന്നവർ ദൈവത്തിൻ്റെ വഴിയിലേക്ക് കടക്കണം. നമ്മുടെ വഴികളൊക്കെ ഉപേക്ഷിക്കണം. നീതികെട്ടവൻ തൻ്റെ വഴി, ദുഷ്ടൻ തൻ്റെ വിചാരങ്ങളെ ഉപേക്ഷിച്ച് യഹോവയിങ്കിലേക്ക് തിരിയട്ടെ. നമ്മുടെ ദൈവത്തിങ്കിലേക്ക് തിരിയട്ടെ. അവൻ കരുണ കാണിക്കും. കരുണ കാണിക്കും. ആ കരുണ നിൻ്റെ ശരീരത്തിൽ രോഗസൗഖ്യമായിരിക്കും. ആ കരുണ നിൻ്റെ കുടുംബത്തിൽ വിടുതലായിരിക്കും. തലമുറയ്ക്ക് അനുഗ്രഹമായിരിക്കും. ദൈവം കരുണ കാണിക്കും. അവൻ ധാരാളം ക്ഷമിക്കും. അതെ, കണക്കില്ലാതെ ക്ഷമിക്കും. നിങ്ങളുടെ പാപം എത്ര കടും ചുവപ്പായിരുന്നാലും ദൈവം അതിനെ ഹിമം പോലെ വെളുപ്പിക്കും. ദൈവം ക്ഷമിക്കുന്നവനാണ്. നിങ്ങൾ അടുത്തു വന്നാൽ മതി. വിശുദ്ധ വഴിയിലേക്ക് തിരിഞ്ഞാൽ മതി. പാപങ്ങൾ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ചാൽ മതി. ഇപ്പോൾ ദൈവത്തെ അന്വേഷിക്കുവാനുള്ള സമയം, ദൈവം അടുത്തിരിക്കുന്ന സമയം. ദൈവത്തോടടുത്ത് വരാം. ദൈവത്തിൻ്റെ കരുണയ്ക്ക് വേണ്ടി യാചിക്കാം. വചനത്തോട് പ്രതികരിക്കാം. ദൈവം നമ്മെ ഓരോരുത്തരെയും പകൽ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.